ഞാൻ ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്ക് പോണ സമയത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഈ ആര്യാസ്, ആനന്ദഭവൻ, ശരവണ ഭവൻ തുടങ്ങിയിട്ടുള്ള ഹോട്ടലുകളൊന്നും ഇല്ല. ഉണ്ടാവുമായിരിക്കും എവിടെയെങ്കിലും ഒക്കെ, പക്ഷെ ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇത് ഇല്ലാത്ത? പറയുമ്പോൾ ഇവിടെ തൃശ്ശൂർ ആയിക്കോട്ടെ, ഇവിടുത്തെ എറണാകുളമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ആ സൈഡിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉള്ളിൽ എന്തായാലും ഒരു ഹോട്ടൽ ഇങ്ങനത്തെ ഉണ്ടാവും. എന്തുകൊണ്ട് ആ സൈഡിൽ ഇതില്ല? ആലോചിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ദോശ ആയിക്കോട്ടെ, വട ആയിക്കോട്ടെ, ഇഡ്ഡലി ആയിക്കോട്ടെ, ഇത് കഴിക്കാൻ താല്പര്യമുള്ള, പ്രത്യേകിച്ചും രാവിലെ കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആ ഏരിയയിൽ കുറവാണ്. അവിടെയുള്ള ആളുകൾക്ക് നോൺ വെജിറ്റേറിയൻ ആയിരിക്കും താല്പര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ പുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഓഡിയൻസ് അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവിടെ പോകാത്തത്. അതല്ലേ സത്യം? അപ്പൊ അതേപോലെ നമ്മുടെ പ്രോഡക്റ്റും സർവീസും നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് പോകുമ്പോൾ എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി പറ്റും? അതിനാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ, ഫൈൻഡ് ഔട്ട് ദെയർ നീഡ്സ്. അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ആവശ്യങ്ങൾ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ ഉപയോഗിച്ചുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മുടെ ഓഡിയൻസ് ഉള്ളൂ. അപ്പോൾ അത് വളരെ വളരെ ശ്രദ്ധിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൺഫേം ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ വാങ്ങിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെടുത്ത് മാത്രമേ ഇത് അവതരിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. ഇല്ലാത്ത ആളുകളെടുത്ത് വെറുതെ നമ്മളിത് സംസാരിച്ചുകൊണ്ട് ഒരു കാര്യവും അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിന് കൃത്യമായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആളായിരിക്കില്ല ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ആൾ, അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി ആയിട്ടുള്ള ആൾ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ടൂർ പാക്കേജ് ഒക്കെ വിൽക്കുന്ന ആൾക്കാരെ കണ്ടുണ്ടാവും. അവരെപ്പോഴും സംസാരിച്ചു തുടങ്ങുമ്പോൾ അവർ പറയും, ഫാമിലിനെ കൂടി വിളിക്കുമോ, ഒരുമിച്ച് സംസാരിക്കാന്ന് പറയും. എന്താ കാരണം എന്ന് അറിയും? കാരണം ചിലപ്പോൾ ഇവിടെ ഹസ്ബൻഡ് ആയിരിക്കും ഡിസിഷൻ മേക്കർ, അല്ലെങ്കിൽ ചിലപ്പോൾ വൈഫ് ആയിരിക്കും ഡിസിഷൻ മേക്കർ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് വരും. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് വിൽക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അതിന്റെ ഒരു തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരാളാണോ ഇത് കേട്ടുകൊണ്ടിരിക്കുക നമ്മൾ ആലോചിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. അതിനുവേണ്ടി താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറാണ്. ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.